കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയും അടുത്ത ദിവസത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇനി വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങളാട്ടോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഞാൻ ഒരു 1-2 മണിക്കുള്ളിൽ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു ചന്ദ്രമതി ആകെപ്പാടെ സമനില തെറ്റിയ പോലെ നിൽക്കുകയാണ്. ചന്ദ്രമതിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആടിമാസമായിട്ടും രേവതി സച്ചിയും ഒന്നായ ലക്ഷണം കാണുന്നുണ്ട്. കാരണം രേവതി രാവിലെ കുളി കഴിഞ്ഞ് നേരെ പൂജാമുറിയിലേക്ക് പോവാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല ചന്ദ്രമതിക്ക്. ആ സമയത്താണ് സുധി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. സുധീനെ കണ്ടതും ചന്ദ്രമതി ചോദിച്ചു, നീ എന്തിനാടാ ഇത്ര നേരത്തെ എഴുന്നേറ്റെന്ന് ചോദിക്കുക. എന്റെ അമ്മേ, നേരത്തെ എഴുന്നേറ്റ് എന്താ കുഴപ്പമിരിക്കണേ? അല്ല, നിനക്ക് കുറച്ചുകൂടെ കിടന്നുറങ്ങിയിട്ട് എഴുന്നേറ്റേ പോരായിരുന്നോ? എന്തിനാ കുറച്ചുകൂടെ കിടന്നുറങ്ങണേ? ഇന്നലെ 9 മണിയായപ്പോ കിടന്നുറങ്ങിയതാന്ന് പറയണം. വൈകുന്നേരം 9 മണിയായപ്പോ കിടന്നുറങ്ങിയേ? അതേമ്മേ, എന്ത് ചെയ്യാനാന്ന് പറ. 9 മണിയായപ്പോ കിടന്നുറങ്ങിയെന്ന് പറയാ. അപ്പോഴാണ് ശ്രുതി അങ്ങോട്ട് വരുന്നത്. അല്ല മോളെ, നീ രാവിലെ കുളിച്ചൊന്നുമില്ലേ? ഇല്ല ആന്റി, കുളിച്ചൊന്നുമില്ല. രാവിലെ കുറച്ച് സമയം കൂടെ കിടന്ന് ഉറങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് എഴുന്നേറ്റാന്ന് പറയണം. ഇന്നലെ ആണെങ്കിൽ രാത്രി കുറെ ലേറ്റ് ആയിട്ടാ കിടന്ന്. അക്കൗണ്ട്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണമായിരുന്നു, അതുകൊണ്ടാന്ന് പറയാ. പെട്ടെന്ന് ചോദിച്ചു, അല്ല അപ്പൊ സുധി പറഞ്ഞല്ലോ 9 മണിയായപ്പോ കിടന്നുറങ്ങിയെന്ന്. അത് സുധി 9 മണിയായപ്പോ കിടന്നുറങ്ങി. ഞാൻ പക്ഷെ അക്കൗണ്ട്സ് ഒക്കെ ചെക്ക് ചെയ്യേണ്ട കുറെ താമസിച്ചാണ് കിടന്നുറങ്ങിയത്. ഈ സമയം സുധി പറഞ്ഞു, ഇവളാണെങ്കിൽ ലൈറ്റ് ഇട്ട് വെച്ചോണ്ട് എനിക്കാണ് അങ്ങനെ പെട്ടെന്ന് ഉറക്കവും വന്നില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങള്. അപ്പൊ ഞാൻ പറയുന്നതിനൊരു വിലയില്ല അല്ലേന്ന് ചോദിക്കുകയാണ്. അമ്മ ഇതെന്താ പറയണേ? എനിക്കൊന്നും മനസ്സിലായില്ലോ എന്ന് ശ്രുതി പറയാ. പെട്ടെന്ന് ശ്രുതിക്ക് കാര്യം മനസ്സിലായി. കാരണം അമ്മ 2-3 വട്ടം പറഞ്ഞാ രേവതി സച്ചിക്കും കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് തന്നെ തങ്ങൾക്കൊരു കുഞ്ഞു വേണമെന്നുള്ള കാര്യം. അപ്പൊ അതാണ് കാര്യം. പെട്ടെന്ന് ചന്ദ്രമതി, നിങ്ങൾ അക്കൗണ്ട്സ് നോക്കി എങ്ങനെ ഇരുന്നു? ഇങ്ങനെ പോയിട്ടാണെങ്കിൽ മിക്കവാറും കാര്യങ്ങളൊക്കെ കൊളാന്ന ലക്ഷണം കാണുന്നുണ്ടെന്ന് പറയാം. ഇത് ശ്രുതി പറഞ്ഞു, അമ്മ എന്താ പറയണേന്ന് ചോദിക്കുകയാണ്. ഈ സമയം ശ്രുതി പറഞ്ഞു, ഇങ്ങോട്ട് വാന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് വിളിച്ചോണ്ട് പോവാണ്. ഈ സമയം ശ്രുതി പറഞ്ഞു, അതേ അമ്മേ, എനിക്കൊരു ചായ തരാൻ പറയണം. ചായയും കുടിച്ചോണ്ട് നീ ഇങ്ങോട്ട് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാം. ചന്ദ്രമതിക്ക് ആകെപ്പാടെ സമനില തെറ്റുന്ന പോലെ തോന്നി. രേവതിയാണെങ്കിൽ എല്ലാ ദിവസം രാവിലെ കുളിച്ചിട്ട് വരുന്നുണ്ട്. ആടിമാസമാണ്. അവർ രണ്ടുപേരും ഒന്നാകാതിരിക്കാൻ വേണ്ടിയിട്ട് താൻ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടെ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അവളെ തിരികെ കൊണ്ടുവന്നിട്ടാണ്ട് ഇപ്പം സച്ചി എന്നും അവളോടെ കയറി കിടക്കുന്നത്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ സച്ചിക്കും രേവതിക്കും ഒരു കുഞ്ഞു പറക്കും. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് കാണിക്കുന്ന ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ഈ സമയത്താണ് ദേവു പൂ കൊടുക്കാനായിട്ട് കടയിലേക്ക് പോകുന്നത്. അപ്പൊ സൈക്കിളിലാണ് പോകുന്നത്. അപ്പൊ സൈക്കിളാണെങ്കിൽ പഞ്ചറായി പോയിട്ട് തള്ളിക്കൊണ്ടാ പോന്നെ. പെട്ടെന്ന് ദേവുവിനെ കണ്ടു കഴിഞ്ഞപ്പോ ശ്രീകാന്ത് അയാളോട് വന്നിട്ട്, ആഹാ ദേവുവോ, ഇതെന്താ പറ്റി? സൈക്കിൾ എല്ലാരും ഓടിച്ചോണ്ടാ പോന്നെ, സൈക്കിൾ എന്താ തള്ളിക്കൊണ്ട് പോണെന്ന് ചോദിക്കാം. അത് പിന്നെ സൈക്കിളൊക്കെ തള്ളിക്കൊണ്ട് പോകേണ്ട വരും ഇടയ്ക്കിടയ്ക്ക്. എന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, സൈക്കിൾ ഓടിക്കാൻ നിനക്ക് അറിയാവുന്നല്ലേ? സൈക്കിൾ ഓടിക്കാനൊക്കെ എനിക്കറിയാം. അതെ, സൈക്കിള് പഞ്ചറായി പോയെന്ന് പറയണം. ഓ അങ്ങനെ വരട്ടെ, അതാണ് കാര്യം. അല്ല, ഇവിടെ അടുത്തെങ്ങാനും ആണോ പൂ കൊടുക്കാനുള്ളത്? കുറച്ച് കൊടുക്കണം, കുറച്ച് അപ്പുറത്ത് മാറി കൊടുക്കാനുണ്ട്. ഇവിടെ 1-2 കടയിലും കൊടുക്കണം, പിന്നെ അപ്പുറത്തും കൊടുക്കാനുണ്ടെന്ന് പറയാം. അല്ല, എന്നാ പിന്നെ ഏതെങ്കിലും കടയ്ക്ക് ഒരു പഞ്ചറൊടിച്ചാൽ പോരായിരുന്നോ? ഞാൻ ആ കട എന്തെങ്കിലും ഉണ്ടോ നോക്കി വരുക. പക്ഷെ ഒരിടത്തും ഒരു കടയും കണ്ടില്ലെന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, നീ ആ സൈക്കിൾ അങ്ങോട്ട് കൊണ്ട് മാറ്റി വെക്ക്, ഞാൻ നിന്നെ കൊണ്ടാന്ന് പറയണം. പെട്ടെന്ന് ദേവ് പറഞ്ഞു, ശരി, ഞാൻ അറിയുന്ന ഒരു കടയുടെ ഒരു ഉടമയുണ്ട് അവിടെ, ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് പെട്ടെന്ന് വരാന്ന് പറയണം. അങ്ങനെ ദേവ് അവിടെ കൊണ്ടുപോയി സൈക്കിൾ വെച്ചിട്ട് മറ്റേ പൂവും പൂമാല എല്ലാം കൂടെ എടുത്തോണ്ട് വരുവാണ്. പിന്നീട് ശ്രീകാന്തിന്റെ ബൈക്കിലേക്ക് അങ്ങോട്ട് കയറുക. ശ്രീകാന്ത് ചോദിച്ചു, അല്ല കുറെ ദൂരം ഉണ്ടോന്ന് ചോദിക്കണം. ഒത്തിരി ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരം കൊടുത്താൽ മതി എന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ പോണ സമയത്താണ് ഭാമ ആ കാഴ്ച കാണുന്നത്. ഭാമ നോക്കിയപ്പം ശ്രീകാന്തിന്റെ ബൈക്കിന്റെ പുറയില് ദേവു ഇരിക്കുന്നു. ഇത് ദേവു ആണല്ലോ, രേവതിന്റെ അനിയത്തി. അപ്പൊ ഇന്നലെ വേറൊരു പെണ്ണല്ലായിരുന്നോ ശ്രീകാന്തിന്റെ ബൈക്കിന് പുറയില്? ഇതെന്ത് മറിമായോ? ഓരോ ദിവസം ഇവന് ഓരോ പെണ്ണോ? അത് കൊള്ളാലോ, ചേട്ടന്മാരെ വെല്ലുന്ന സ്വഭാവം തോന്നില്ല ഇവന്റെ. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് ചന്ദ്രമതിനെ വിളിച്ച് അറിയിച്ചിട്ട് കാര്യം. അങ്ങനെ വിചാരിച്ച് ഭാമ ചന്ദ്രമതിനെ വിളിക്കാൻ തുടങ്ങുവാണ്. ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യാം, നീ ഇവിടെ ഇറങ്ങുക, ഞാൻ വേണമെങ്കിൽ ഇത് കടയിൽ കൊടുത്തിട്ട് വരാന്ന് പറയണേ. വേണ്ട, ഞാൻ കൊണ്ടേ കൊടുത്താളെന്ന് പറയണേ. അങ്ങനെ ദേവ് കൊണ്ടേ പൂ കൊടുത്തിട്ട് വരുവാണ്. വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ എങ്ങനെയായി? വർഷയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞെന്ന് ചോദിക്കും. എന്ത് കാര്യങ്ങള്? അല്ല, ഇഷ്ടമെന്നുള്ള കാര്യം. പിന്നെ ഇഷ്ടമാണെന്നങ്ങ് തുറന്നു പറഞ്ഞു. എന്തോ കള്ളത്തരമുണ്ട്, എനിക്കറിയാന്ന് പറയാണ്. അതെ, ഇതിനെക്കുറിച്ച് എങ്ങനെ നീ രേവതി ചേച്ചിയോട് അങ്ങനെ പറഞ്ഞായിരുന്നു ചോദിക്കും. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അയ്യോ പറഞ്ഞേക്കല്ലോ കേട്ടോ, പറഞ്ഞിട്ടുണ്ട് ആ പാടെ പ്രശ്നമാവും. അതെന്താ? സച്ചേട്ടൻ എങ്ങനെ അറിഞ്ഞിട്ടുണ്ട് ആകെപ്പാടെ വലിയ പ്രശ്നമാവെന്ന് പറയാം. എന്നാലും വർഷയോട് ഇഷ്ടം തുറന്ന് പറയായിരുന്നു പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു, നിന്റെ ഈ സംസാരമൊക്കെ കേട്ടാ തോന്നൂല്ലോ ഞാനും അവളും തമ്മിൽ കടുത്ത പ്രണയത്തിലാന്ന്. എനിക്ക് മനസ്സിലായി, എന്റെ അടുത്ത് കള്ളത്തരമൊന്നും പറയണ്ടെന്ന് ദേവ് പറയാണ്. ഈ സമയം ചന്ദ്രമതിനെ ഫോൺ ചെയ്യുവാണ് ഭാമ. ഫോൺ ചെയ്തപ്പോ ചന്ദ്രമതി, എന്താ നീ എന്താ രാവിലെ എന്നെ വിളിച്ചെന്നിരിക്കും?
ഇത് കേട്ട് കഴിഞ്ഞപ്പോ ബാമ പെട്ടെന്ന് പറഞ്ഞു, എന്താ എനിക്കെന്നെ നിന്നെ വിളിച്ചുകൂടെന്ന് ചോദിക്കും. അല്ല വിളിക്കാം, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല നിന്റെ ഇളയ മോനുണ്ടല്ലോ, അവൻ എന്തിയെന്ന് ചോദിക്കുക. ദേ അവൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഉറപ്പാണല്ലോ അല്ലേന്ന് ചോദിക്കണം. ഉറപ്പാ, എന്താ നീ അങ്ങനെ ചോദിച്ചേ? റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ അവൻ പോയേക്കുന്നേ. ഇപ്പൊ അവൻ നല്ല പണിയാന്ന് പറയണം. നീ എന്താടി അങ്ങനെ പറഞ്ഞേ? അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ സച്ചിനെ കുറിച്ച് എന്ത് പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ശ്രീകാന്തിനെ കുറിച്ചോ അല്ലെങ്കിൽ സുധിയെ കുറിച്ചോ എനിക്ക് പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പം ബാമ പറഞ്ഞു, അന്നാ കേട്ടോ, നിന്റെ മോനൊരു പെണ്ണുമായിട്ട് ഇവിടെ ചുറ്റി അടിക്കുന്നുണ്ടെന്ന് പറയണേ. ആര്, ശ്രീകാന്തോ? പിന്നല്ലാതെ. ഏത് പെണ്ണാ, എങ്ങനെയുണ്ട്, കാണാൻ കൊള്ളാവെന്നൊക്കെ ചോദിക്കാം. ഇന്നലെ ഒരു പെണ്ണായിരുന്നു, ഇന്നലെ അവനെ ഞാൻ കണ്ടായിരുന്നു, പക്ഷെ ഇന്ന് വേറൊരു പെണ്ണാന്ന് പറയണേ. നീ എന്തൊക്കെയാ ബാമയെ പറയുന്നേ? ശ്രീകാന്തിനെ കുറിച്ച് തന്നെയാണോന്ന് ചോദിക്കും. അതെ, എന്റെ കണ്ണിന് തിമിരം ബാധിച്ചിട്ടൊന്നുമില്ല, ഞാൻ കണ്ട ശ്രീകാന്തിനെ തന്നെയാ എന്ന് പറയാം. ആഹാ, പെൺകുട്ടി എങ്ങനെയുണ്ട്, കൊള്ളാവോന്ന് ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവന്റെ കല്യാണം ആലോചിക്കാവോ? കാരണം വലിയ വീട്ടിലെ പെൺകുട്ടിയാണെങ്കിൽ ഒരു കുഴപ്പമില്ലെന്ന് പറയാം. പെട്ടെന്ന് ബാമ പറഞ്ഞു, അതെ എനിക്ക് കണിയാൻ പണിയൊന്നുമില്ല ഇങ്ങനെ ഗണിച്ചു പറയാനായിട്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. കണ്ട കാര്യം നിന്നോടൊന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങോട്ട് വിളിച്ചെന്നുള്ളെന്ന് പറയാം. അല്ല നീ പെൺകുട്ടീനെ കണ്ടില്ലേ? കണ്ടു. ഇന്നലെ കണ്ട പെൺകുട്ടീനെ എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷെ ഇന്ന് കണ്ട പെൺകുട്ടീനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറയാം. ആണോ, എങ്ങനെയുണ്ട്, കാണാൻ കൊള്ളാമെന്ന് ചോദിക്കാം. കാണാനൊന്നും കുഴപ്പമില്ല, പക്ഷേ ആളാരെന്നറിഞ്ഞ നീ ഞെട്ടൂന്ന് പറയാം. അതെന്താടി മാമ നീ അങ്ങനെ പറഞ്ഞേ? അതെ, നിന്റെ മരുമോളല്ലേ രേവതി, അവളുടെ അനിയത്തിയല്ലേ ദേവു, അവളാന്ന് പറയാ. ഇത് കേട്ടതും ചന്ദ്രമതി ഞെട്ടി. അവളോ? അതെ, ഇനിയിപ്പൊ നിന്റെ വീട്ടിലേക്ക് ഇനിയിപ്പൊ അടുത്തൊരു പൂക്കാരിയും കൂടെ വരാൻ പോവാന്ന് പറയാം. ഇത് കേട്ടതും ചന്ദ്രമതി ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടൊന്നും ഒരു കാര്യമില്ല. അതെ, ശ്രീകാന്തിനെ വിളിച്ച് മാറ്റിയെടുത്ത് ഉപദേശിക്കുക വേണ്ടേ? ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളാ, എന്തേലും പറഞ്ഞ് ഒന്നും രണ്ടും പറഞ്ഞ് പിണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവളെയും കല്യാണം കഴിച്ച് അവൻ അവന്റെ പാട് നോക്കി അങ്ങോട്ട് പോകും. അതുകൊണ്ട് ശരിക്കും ഇത് ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. കൈകാര്യം ചെയ്യേണ്ട സൂക്ഷിച്ചു വേണം, അല്ല കയ്യിൽ നിന്ന് വഴുതി പോകുന്നു പറയാം. അത് ശരിയാ, ഒരു കാര്യം ചെയ്യ, നീ എത്രയും പെട്ടെന്ന് ശ്രീകാന്തിന് നല്ലൊരു കല്യാണം ആലോചിക്കാൻ പറയാം. ഇടപെടിയെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് അത്. ഇനി ശ്രുതിനെ പോലെ നല്ലൊരു പെൺകുട്ടീനെ വേണം കൊണ്ടുവരാനായിട്ട്. ഓ അങ്ങനെ. അതെ, മലേഷ്യ എന്നുള്ള ആലോചനയ്ക്ക് ഇനി കിട്ടുമെന്ന് തോന്നില്ല. ശ്രീകാന്ത് വെറുതെ ഒരു ഷെഫ് മാത്രം, അതെനിക്കറിയാലോ. അതൊക്കെ അറിയാം, അവനെന്താ കുഴപ്പമിരിക്കുന്നത്? അവൻ നല്ലൊരു ജോലി ഇല്ലേന്ന് ചോദിക്കാം. ജോലി ഇന്നത്തെ കാലത്ത് ഈ ഷെഫ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ജോലിയൊന്നും അല്ലെന്ന് പറയാം. പിന്നെ നല്ല പഠിപ്പോ വിദ്യാഭ്യാസം അല്ലെങ്കിൽ പണക്കാരി പെൺകുട്ടികളെ ഇങ്ങോട്ട് കെട്ടിച്ചു വിടാനായിട്ടെ അവരുടെ കാരണന്മാരും കൂടെ സന്നദ്ധരാകേണ്ടതെന്ന് ചോദിക്കുക. അത് ശരി, എന്നാലും നീ വിചാരിച്ചാ നടക്കും. എത്രയും പെട്ടെന്ന് അവിടെ നല്ലൊരു ബന്ധം കൊണ്ടുവരാൻ പറയണം. നോക്കട്ടെ, മലേഷ്യക്കാർ വന്നില്ലെങ്കിലും ഒരു ഏതെങ്കിലും ഒരു പണക്കാരി പെണ്ണെ ഞാൻ കൊണ്ടുവരാൻ പറ്റുമോ നോക്കാന്ന് പറയാണ്. അങ്ങനെ ബാമ ഫോൺ വെക്കുക. ഈ സമയം ചന്ദ്രമതി ഇങ്ങനെ ആലോചിക്കുക, എത്രയും വേണം ശ്രീകാന്തിന്റെ കല്യാണം നടക്കണം, അല്ലെങ്കിൽ താൻ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങളും മുന്നോട്ട് പോകത്തില്ല. പിന്നീട് കാണിക്കുന്ന ശ്രുതി ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. ഈ സമയത്താണ് ശ്രുതി അങ്ങോട്ട് വരുന്നത്. ശ്രുതി ചോദിച്ചു, അല്ല നീ ഇതെന്താ പോകാൻ ഒരുങ്ങിയിട്ട് ഇവിടെ ഇരിക്കണേന്ന് ചോദിക്കുക. പെട്ടെന്ന് ശ്രുതിയോട് ചോദിച്ചു, അല്ല ശ്രുതി പോകുന്നില്ലേന്ന് ചോദിക്കും. ഞാനെന്തിനാ പോണേ? അതെന്താ അങ്ങനെ പറഞ്ഞേ? അയ്യോ അല്ല, ഞാൻ പോണേ, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞില്ലേന്ന് പറയാം. ജോലിയില്ലെന്നുള്ള കാര്യം അറിയാതെ നാവി തുമ്പി വന്നതാണ്, പക്ഷെ പറയാൻ പറ്റില്ലല്ലോ. ഈ സമയം ശ്രുതിയോട് ചോദിച്ചു, അല്ല ഒരുങ്ങിയിരുന്നിട്ട് കുറെ സമയമായല്ലോ, ശ്രുതി എന്താ പോകത്തേന്ന് ചോദിക്കും. അതെ, എനിക്ക് പല സംശയങ്ങളും ഉണ്ടെന്ന് പറയാം. എന്ത് സംശയങ്ങൾ? അല്ലെങ്കിൽ തന്നെ 2-3 ദിവസമായിട്ട് ഈ വീട്ടിൽ എന്തൊക്കെയാ നടന്നുകൊണ്ടിരിക്കുന്നത്, എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലെന്ന് പറയാം. അല്ല അതിന് മാത്രം ഇവിടെ ഇപ്പൊ എന്താ നടന്നേന്ന് ചോദിക്കുകയാണ്. അല്ല ഇന്നലെ തന്നെ കണ്ടില്ലേ എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ സംഭവിച്ചേ? സുധി പൈസ എടുത്തെന്ന് പറഞ്ഞ് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു. ഒന്നും അറിയത്തില്ലാത്ത ആ ശരത്ത് എടുത്തേന്ന് പറഞ്ഞ് ഇവിടെ എന്തൊക്കെ ബഹളം ഉണ്ടാക്കി. അന്നെങ്കിൽ പിന്നെ ആന്റിക്ക് നേരത്തെ പറയാൻ മേലായിരുന്നോ ഞാന് പൈസ എടുത്ത് കൊടുത്ത് സുധിക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം? ആന്റി എന്താ അത് പറയായിരുന്നേ? സുധിക്ക് പൈസ തന്ന കാര്യം ആന്റി എന്താ ആദ്യം പറയായിരുന്നെന്ന് ചോദിക്കുക. ഇത് കേട്ടതും സുധി ഒന്ന് ഞെട്ടി. ദൈവമേ, ആകെപ്പാടെ പ്രശ്നമായെന്ന് തോന്നേ. ഈ സമയം ചന്ദ്രമതി മുറിക്ക് പുറത്തു വന്നു. ചന്ദ്രമതി കേട്ടു അകത്തെ സംസാരങ്ങളൊക്കെ. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, എന്നാലും ഞാൻ നോക്കിയിട്ട് ആന്റി നല്ല ബോൾഡാ. ആന്റി പെട്ടെന്നൊരു കാര്യം മറന്നൊന്നും പോകുന്നതല്ല. 1000-2000 ആണെ കുഴപ്പമില്ല, ഇത്രയും വലിയൊരു എമൗണ്ട് ഒക്കെ കൈ തന്നിട്ട് അത് മറന്നു പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ പിന്നീട് അതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. ശരത്ത് ആ പൈസ എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ശരത്തിനും വീട്ടുകാരും വിളിച്ചു വരുത്തി അപമാനിച്ചില്ലേ? പക്ഷേ എന്നിട്ട് പോലും സുധി എന്താ സത്യങ്ങളൊന്നും പറയായിരുന്നേ? എൻ്റെ അമ്മ പൈസ തന്നെന്നുള്ള കാര്യം അത് പിന്നെ ഞാൻ മറന്നുപോയി. അല്ല ഒരാൾ മറന്നുപോയത് ഓക്കെ, പക്ഷെ രണ്ടുപേരും ഒരുമിച്ച് മറന്നു പോകുമെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ സുധിക്ക് എന്ത് മറുപടി പറയണമെന്നറിയില്ല. എന്നാലും എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷനൊക്കെ. ഇന്നലെ തന്നെ എന്തൊക്കെയാ സംഭവിച്ചേ? അതിന്റെ പേരില് രേവതിയുടെ വീട്ടുകാരിവിടെ എന്തൊക്കെ പറഞ്ഞു, അത് സുധിയും കൂടെ കേട്ട കാര്യങ്ങളല്ലേ. അത് മാത്രല്ല സച്ചി എത്രമാത്രം നാണം കെടുത്തി. എന്നിട്ട് ഇവിടെ സുധി ഒന്നും മിണ്ടിയില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചോളം വളരെ ദുസ്സഹമായിരിക്കും. സച്ചി എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുധി ഒന്നും മിണ്ടാതിരിക്കും. ഇത് കേട്ട് സുധി പറഞ്ഞു, ഓഹോ അപ്പൊ ഞാൻ പൈസ കട്ടെടുത്തെന്നാണ് നീ പറയണേ? സുധി പൈസ കട്ടെടുത്ത കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ.
അമ്മ തന്നെന്ന് എന്തുകൊണ്ടാ സുധി പറയാത്തെ? അത് മാത്രം എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് പറയാ. ആ കാര്യം കൂടെ തുറന്നു പറയുമായിരുന്നെങ്കിൽ ഇങ്ങനെ നാണം കെട്ട് തല കുണിച്ച് നിൽക്കേണ്ട കാര്യം വരില്ലായിരുന്നല്ലോ. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ചന്ദ്രമതി അകത്തേക്ക് അങ്ങോട്ട് കയറി വരുവാണ്. ചന്ദ്രമതി പറഞ്ഞു, മോളെ ക്ഷമിക്കും മോളെ, കാരണം എന്റെ കയ്യിലെ തെറ്റ്. ഇവന് പൈസ കൊടുത്ത കാര്യം ഞാൻ ആരോടും പറഞ്ഞില്ല എന്ന് പറയാ. ഞാൻ ആ കേസ് അങ്ങോട്ട് മറന്നുപോയി. മോള് പറയുന്നത് ഞാൻ കേട്ടു. എന്റെ മനസ്സൊക്കെ നല്ല ബോൾഡാണ് കാര്യം പറഞ്ഞ, പക്ഷെ ചില സമയത്ത് ഞാൻ വേറെ എന്തൊക്കെയോ ചിന്തിച്ച് ആ കാര്യം അങ്ങോട്ട് മറന്നുപോയെന്ന് പറയാ. ഇവന് പൈസ കൊടുത്ത കാര്യം പോലും ഓർത്തില്ലെന്ന് പറയാ. ഈ സമയം ശ്രുതി പറഞ്ഞു, എന്നാലും അമ്മേ അതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായെന്ന് അമ്മയ്ക്കറിയാലോ. എനിക്കറിയാൻ മോളെ അതിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, മറവി എന്ന് പറഞ്ഞാൽ മനുഷ്യ സഹജമല്ലേ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് മറന്നു പോകാമെന്ന് ചോദിക്കുക. ഇത് കേട്ടാൻ ചന്ദ്രമതി ഒന്ന് സുധിയും രൂക്ഷമായിട്ട് നോക്കുകയാണ്. നീ കാരണമാണല്ലോ ഞാൻ ഈ ചീത്ത മൊത്തം കേൾക്കുന്നത്. ഇനി ഇവൾക്ക് ഇനി എന്തൊക്കെ സംശയങ്ങളുണ്ടാവും. എന്തേലും സംശയം ഉണ്ടായി അതോടുകൂടി തീർന്നു. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, അല്ല അത് മോളെ, സുധി മോളോട് ആ കാര്യങ്ങളൊക്കെ പൈസ എടുത്ത കാര്യം പറയായിരുന്നതിന് മറ്റൊന്നും കൊണ്ടല്ല. ഒരു പക്ഷേങ്കില് പൈസ എടുത്ത് ഞാൻ കൊടുത്ത കാര്യം തന്നെയാ. പക്ഷേങ്കിൽ ഞാൻ കൊടുത്തെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പത്തിന് ഇവൻ പറഞ്ഞു, അതെ അമ്മേനെ ആരോടും പറയാൻ പോകണ്ടെന്ന് പറഞ്ഞു. അവന് നാണക്കേടാണ് പോലും, കാരണം ശമ്പളം ഇതിലായിട്ടും കിട്ടിയിട്ടില്ല അവന്റെ. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച പ്ലെയിൻ ടിക്കറ്റ് എടുത്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ശ്രുതിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് അവനറിയാം. അതുകൊണ്ട് അമ്മോളോട് പറയാതിരുന്നേ. ശമ്പളം കിട്ടിക്കുമ്പോൾ ആ പൈസ തിരികെ തരാമെന്ന് അവൻ പറയുകയും ചെയ്തു. അതുകൊണ്ട് അവൻ പറയാതിരുന്നെന്ന് പറയാ. ഇത് കേട്ടോ ശ്രുതി ഇങ്ങനെ ഒന്ന് ആലോചിക്കുക. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, ശരിയാ, അതുകൊണ്ടാ, കാരണം ശ്രുതിയുടെ മനസ്സ് വേദനിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയ ഞാൻ അമ്മയുടെ നിന്ന് പൈസ മേടിച്ച കാര്യം പറയായിരുന്നേന്ന് പറയാ. ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, എന്നാ ഒരു വാക്ക് എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു, എനിക്കത് മനസ്സിലാവില്ലായിരുന്നോ? അതിന് പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളായി വീട്ടിലുണ്ടായത്? എല്ലാവരുടെ മുന്നിൽ നാണം കിട്ട് നിൽക്കേണ്ട വന്നില്ലേന്ന് ചോദിക്കുക. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, ഇനിയിപ്പോ മോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട കേട്ടോ, പോട്ടെ, ഇനി കഴിഞ്ഞ കാര്യം കഴിഞ്ഞില്ലേന്ന് ചോദിക്കുക. എന്നാലും അമ്മേ എന്റെ മനസ്സിന് വല്ലാത്തൊരു വിഷമാ. ആ സച്ചിയുടെയൊക്കെ മുന്നിൽ നാണം കിട്ടുക നിൽക്കാന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയൊരു കാര്യം വേറെ ഉണ്ടാവാനുണ്ടോന്ന് ചോദിക്കുക. പിന്നീട് ശ്രുതിയോട് പറഞ്ഞു, മോൾ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട, ബാ മോൾക്ക് ഞാൻ ചായ എടുത്തരാം. മോള് ബ്യൂട്ടി പാർലറിലേക്ക് പോകാൻ പറയാണ്. അങ്ങനെ ശ്രുതി ചന്ദ്രമതിയുടെ കൂടെ അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന സച്ചി രാവിലെ എഴുന്നേറ്റ് വരുക. സച്ചി എഴുന്നേറ്റ് വന്നിട്ട് സച്ചിക്ക് ആപ്പ ടെൻഷൻ. ഇന്നലെ വൈകുന്നേരത്തെ ഓട്ടം പോയി, രാവിലെയാണ് ഇത്രയും താമസിച്ചു പോയി. എല്ലാത്തിനും കാരണം വീട്ടിൽ നടന്ന പ്രശ്നങ്ങളാ. വൈകുന്നേരം മനുഷ്യന് സമാധാനം ഇല്ലായിരുന്നു. അങ്ങനെ സമാധാനം ഇല്ലാതെ വന്ന് രേവതിനെ ആശ്വസിപ്പിക്കാൻ പോയതുകൊണ്ടാ അങ്ങനെയൊക്കെ സംഭവിച്ചേ. ശേ, ഇതെന്റെ ദൈവം, ഇനി എന്തൊക്കെ പൊല്ലാപ്പുകളാണ് വരാൻ പോകുന്നത്. അവളെങ്ങാനും പ്രഗ്നന്റ് ആയി തീർന്നു, പൈസ ഇല്ലാത്ത സമയം, അങ്ങനെ 100 ചിന്തകളായിരുന്നു സച്ചിയുടെ മനസ്സിലുണ്ടായിരുന്നത്. സച്ചി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് സുധിയുടെ കഥയിലേക്ക് ഇങ്ങോട്ട് മുട്ടുക. പിന്നീട് രവീന്ദ്രന്റെ കഥയിലും പോയി പൊട്ടി. എല്ലാവരും ഇങ്ങോട്ട് വരാൻ പറയാണ്. ഈ സമയം ചന്ദ്രമതി, രേവതി എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നു. രവീന്ദ്രൻ ചോദിച്ചു, നീ എന്തിനാടാ കഥ തല്ലേ പൊട്ടിക്കുന്നത്? എന്താടാ കാര്യം? എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. എന്ത് കാര്യം പറയാനാ? അതെല്ലാവരോടുമായിട്ട് പറയണ്ട. എല്ലാവരോടുമായിട്ട് എന്ത് കാര്യം? അതേച്ചാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്നലത്തെ പോലത്തെ പ്രശ്നങ്ങൾ ഇനി ഇവിടെ മേല ഉണ്ടായേക്കല്ലെന്ന് പറയണം. എന്താണ് നീ അങ്ങനെ പറയുന്നത്? മനുഷ്യന്റെ സ്വസ്ഥത സമാധാനം മൊത്തം പോകും. അതിനുശേഷം നിങ്ങൾക്ക് അങ്ങോട്ട് പോയി കിടന്നുറങ്ങിയാൽ മതി. വേറുള്ളവന്റെ വിഷമം വേദന എനിക്കെല്ലാം അറിയത്തുള്ളൂ പറയാം. അതിന് ഇതിന് മാത്രം എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുക. ഈ സമയത്ത് സച്ചി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി മേലാൽ ഈ വീട്ടിൽ വഴക്കുണ്ടായി കണ്ടേക്കല്. ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഒരു വഴക്കുണ്ടായത്. അന്ന് രേവതിക്ക് വയ്യാതിരുന്ന സമയത്ത് രേവതിനെ കൊണ്ട് ആഹാരം ഉണ്ടാക്കി. അന്ന് ഇതുപോലൊരു പ്രശ്നം ഉണ്ടായി. അന്ന് ഇതുപോലൊക്കെ തന്നെയായിരുന്നു പറയാണ്. രേവതിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. സച്ചി പറഞ്ഞു വരുന്നത് എന്താന്ന്. രേവതി പെട്ടെന്ന് സച്ചി മിണ്ടാതിരിക്കാന്നൊക്കെ പറയാണ്. പക്ഷെ സച്ചി അതൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. രവീന്ദ്രൻ പറഞ്ഞിടാ, അതിനിപ്പോ എന്താ പ്രശ്നം ഉണ്ടായത്? ഇന്നലത്തെ പ്രശ്നം അവിടെ കൊണ്ട് തീർന്നില്ലേ? അച്ഛനത് പറയാം. ഇതിന് ശേഷമുള്ള എന്റെ മാനസിക ബുദ്ധിമുട്ട് എനിക്കല്ല അറിയത്തുള്ളൂ എന്ന് പറയാണ്. നിനക്കെന്താ മാനസിക ബുദ്ധിമുട്ട്? അച്ഛ അതൊന്നും അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയാണ്. അതിനുശേഷം നടക്കുന്ന സംഭവങ്ങൾ എനിക്കല്ല അറിയത്തുള്ളൂ എന്ന് ചോദിക്കുക. എടാ അതാ ചോദിച്ചേ, നിന്റെ പ്രശ്നം എന്താന്ന്? പ്രശ്നങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യമല്ലേ, പിന്നെ നീ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. എന്റെ അച്ഛാ അതൊക്കെ നടക്കും. പിന്നീട് വേറുള്ളവരെ ആശ്വസിപ്പിക്കേണ്ട ആള് ഞാനല്ലേ എന്ന് ചോദിക്കുക. ഈ സമയം സുധി ചോദിച്ചു, ഇവരെന്താ അച്ഛായി പറയണെന്ന് ചോദിക്കണം. പിച്ചും പേയൊക്കെ പറയണേ. എനിക്കറിയത്തില്ലടാന്ന് പറയണേ. ചന്ദ്രമതി പറഞ്ഞു, ഇവന്റെ റിലേ പോയെന്ന് തോന്നേ, അല്ലെങ്കിൽ ഇനി എങ്ങും തൊടാന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണേ. ഇതിന്റെ വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. ഈ സമയം സച്ചു പറഞ്ഞു, അതെ അച്ഛാ, ഇത് കൂടുതലൊന്നും അച്ഛനോട് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്നലെ തന്നെയാണെങ്കിലും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാനായിട്ട് ആ പണം മോഷ്ടിച്ചോണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ഇത് കേട്ടതും സുധി പറഞ്ഞു, ഞാൻ ആരുടെയും പണമൊന്നും മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയാം. അത് നീ പറയുന്നു, സത്യാവസ്ഥ എന്താന്ന് എനിക്കറിയാലോ എന്ന് പറയാം. പക്ഷെ അതിന്റെ പേരില ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അല്ല അച്ഛൻ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. പണം മോഷ്ടിച്ചിട്ട് ഇവ ഹണിമൂണ് പോകാനായിട്ട് തുടങ്ങുക. അച്ഛൻ എന്തിനാ ഇതൊക്കെ അനുവദിച്ചു കൊടുക്കണമെന്ന് ചോദിക്കുക. ഇത് കേട്ടൻ രവീന്ദ്രനൊന്നും മിണ്ടിയില്ല. അല്ല അച്ഛൻ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. കല്യാണം കഴിച്ചിട്ട് അമ്മേനെ കൊണ്ട് അച്ഛൻ ഹണിമൂണ് പോയിട്ടുണ്ടോന്ന് ചോദിക്കുക. ഇത് കേട്ടൻ ചന്ദ്രമേന്ന് നോക്കി രവീന്ദ്രനെ. പിന്നെ പോയിട്ടുണ്ട്. അങ്ങ് ഊട്ടിയും കൊടൈക്കനാലും എവിടെയൊക്കെയാന്ന് ഞാൻ പറയുന്നില്ല.
ആകെപ്പാടെ കൊണ്ടുപോയത് കല്യാണത്തിന് അന്ന് തന്നെ ഓട്ടോ ആണെന്ന് പറഞ്ഞുകൊണ്ട് പോയി. KSRTC ഡ്രൈവറല്ലേ, വലിയ ജോലിയില്ലെന്ന് വെച്ച് അങ്ങനെ പോയി. പിറ്റേ ദിവസം പുറത്തു കൊണ്ടാന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം പുറത്തു കൊണ്ടുപോയി. ആ വണ്ടിയെ കയറ്റി കൊണ്ടുപോയി. എന്നിട്ട് ആ വണ്ടിയെ കയറ്റി കൊണ്ടുപോയി തിരികെ വീട്ടിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടു. അതാ സംഭവിച്ചേ. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. KSRTC ബസ്സിലാകുമ്പോൾ ഫ്രീ ആയിരുന്നല്ലോ, അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോയതാന്ന് പറയാം. ഇത് കേട്ടതും രേവതിക്ക് ചിരി വന്നു. പെട്ടെന്ന് സച്ചി പറഞ്ഞു, അതായിരുന്നു അച്ഛാ അച്ഛൻ്റെ ഹണിമൂൺ ട്രിപ്പ് എന്ന് പറയാണ്. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റാവുന്ന സ്ഥലത്തൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്, അതിൽ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറ്റില്ലായിരുന്നടാ മോനെ എന്ന് പറയാണ്. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, പിന്നെ കൊണ്ടുപോയിട്ടുണ്ട്, അത് മിണ്ടാതിരിക്കും നിങ്ങളെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു, അല്ല നിങ്ങൾ രണ്ടുപേരും ഹണിമൂൺ പോവല്ലേ, ഹണിമൂൺ പോകണമെന്ന് നിർബന്ധം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ശ്രുതിയോട്. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, ഞങ്ങൾ അത് ഫിക്സ് ചെയ്തേക്കുന്ന കാര്യമാണ്, ആൻഡമാനിലേക്ക് പോകണം എന്നുള്ളത്, അത് പോകുമെന്ന് പറയണം. അപ്പൊ രേവതിയോട് എന്നിട്ട് ചോദിച്ചു, അല്ല നിനക്ക് ഹണിമൂൺ പോകണമെന്ന് വല്ല ആഗ്രഹം ഉണ്ടോന്ന് ചോദിക്കും. രേവതി പറഞ്ഞു, ആഗ്രഹം ഉണ്ടോന്ന് ചോദിച്ചാൽ ആഗ്രഹം ഉണ്ടെന്ന് പറയണം. ഓ അപ്പൊ നിനക്ക് പോകണം. പിന്നീട് രവീന്ദ്രന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അല്ല അച്ഛന് ഹണിമൂൺ പോകണമെന്ന് ചോദിക്കണം. ദേ ഒറ്റ വീക്ക് അങ്ങ് വെച്ചാന്നാണ്ടല്ലോ എന്ന് പറയണം. അതെ ഒരു കാര്യം ചെയ്യാച്ചാ, എന്താണല്ലോ ഇവര് ഹണിമൂൺ പോവല്ലേ, നമുക്കും ആ കൂടപ്പം ഫാമിലി ആയിട്ടൊരു ഹണിമൂൺ ട്രിപ്പ് അങ്ങോട്ട് പോയേക്കാന്ന് പറയാ. ഇത് കേട്ട് ഞെട്ടിത്തെരിച്ചിരിക്കുക ശ്രുതിയൊക്കെ എന്ത് ചെയ്യണമെന്നറിയില്ല, എന്ത് മറുപടി പറയണമെന്നറിയില്ലാതെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അതുകൂടാതെ തന്നെ ഇന്ന് രാവിലെ പറഞ്ഞ വിശേഷത്തിന്റെ ബാക്കി വിശേഷം നാളെ രാവിലെ ആയിട്ടോ ഞാൻ ചാനലിനകത്ത് ഇടുന്നത്. അത് ഓരോ ദിവസം നടക്കുന്ന വിശേഷങ്ങളാ. പക്ഷെ ഇപ്പൊ പറയുന്ന വിശേഷങ്ങളൊക്കെ അതൊക്കെ വരാൻ പോകുന്ന ദിവസങ്ങളാട്ടോ. അടുത്ത ആഴ്ചയോ അതിനകത്ത് പിന്നത്തെ ആഴ്ചയൊക്കെ ആയിരിക്കും നടക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.